ഇതെന്തിനു ഇവർ ഫുള്ള് കത്താൻ കാത്തിക്കുന്നല്ലേ? ഇത്രയും കേബിള് മാറ്റിയിട്ടൂടെ? എടാ നമ്മളെ പോലെ തന്നെ എവിടാ ഈ പറയണ പോലെ ഇപ്പൊ എല്ലാരും പറയുന്നത്. ഒരു മുതലാളി വന്നിട്ട് പറയാൻ മുകളിൽ രണ്ട് റമ്മൊക്കെ ഉണ്ട്. വണ്ടിയെല്ലാം എന്താ ഈ ഇവിടെ വെച്ച് വിശ്വസിച്ച് നമ്മൾ ചാവും. കാറ്റിങ്ങോട്ട് വരുന്നില്ല, അങ്ങോട്ട് വന്നാൽ നമ്മൾ ഇരുന്ന് വാങ്ങണം. അവിടെ ഉണ്ടോ? എടാ നമ്മൾ തന്നെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്താണെന്ന് ഒച്ചപ്പാടാക്കുന്നു. എടാ 1/2 മണിക്കൂറായി എത്രടാ ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇവിടത്തെ എന്താ നമ്പർ നോക്കി? എടാ ഇപ്പൊ പുക വരുന്ന സാധനം നോക്കിയേ. എന്താ പറഞ്ഞു? നമ്മളെ മഞ്ജുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും എഫക്റ്റ് സൈഡ് എഫക്റ്റ് ആയിട്ട് അയാൾക്കിടയ്ക്ക് ഒരു തീരെ സ്വഭാവമുള്ളതാ. ഇവിടെ തീയണ്ട് ഞാൻ എൻ്റെ റൂമിൽ ആരെങ്കിലും സിഗരറ്റ് കഴിച്ചിട്ട് മുകളിൽ നിന്നിട്ടുണ്ടാവും. വരുന്നുണ്ട്, വരുന്നുണ്ട്, ഫയർഫോഴ്സ് വരുന്നുണ്ട്. എടാ എന്താ നമ്മ വിളിച്ചിട്ട് ഒരു ഇതിൻ്റെ 1/2 മണിക്കൂറായി എന്ന് പറഞ്ഞാൽ ഓരോ കോസ്റ്റൽ ഏരിയയിൽ ഫയർ വേണം അല്ലേ? ഇപ്പൊ നമ്മൾ വിളിച്ചത് എത്ര നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയി ഞാൻ കണ്ടില്ല. एवढी झुंटी न येते रे का मुंबई का ഇവരെ കൊണ്ട് എന്താക്കാനാ? ഒരു 3 വണ്ടി വേണം. ഇത് എന്താ പ്രാന്തന്മാരാ? ആഘോഷമാകുന്നു. ഹീറോ ഹീറോ ഇതൊന്നും പറ്റൂല, ഇതിനെ കൊണ്ടൊന്നും ആവൂല. നിങ്ങൾ വിസിലൊന്നും അടിക്കല്ല. 3 വണ്ടി വേണം. 3 വണ്ടി വിളിക്കും. ഇതിലെത്ര വെള്ളം ഉണ്ടാവുക? 200 ലിറ്റർ. ഗ്യാസ് ആണെങ്കിൽ ഓക്കെ. അവർക്കറിയാൻ
വിജയ് വരുമ്പോഴാണ് സാധാരണ എത്ര ക്യാമറ ഉണ്ടാവാറ്. അയാൾക്ക് ആ ബൈക്ക് കാരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ പറഞ്ഞില്ലേ അതിനെ കൂടെ ഒന്നും ആവൂലടാ. വിളിച്ചാ? 5-8 ആൾക്കാരെ വിളിച്ചോ. വണ്ടി 2 സൈഡും നടിക്കണം. നീ പോക ഇതുവരെ ഉണ്ട് നോക്കിയേ. കണ്ടാ വെള്ളം ഒഴിക്കുന്നതിനെ തീ കൂടുപോയി. ഒഴിച്ചാ? വെള്ളം അടിക്കുന്നുണ്ടോ? ചങ്ങായിമാരെ സമ്മതിക്കണം കേട്ടോ, ചൂടത്ത് പോയിക്കണേ. ആവൂലപ്പം. ഇപ്പൊ ഇനി ഖത്തറിന്റെ അടുത്തേക്ക് ഇത് നല്ല പരിപാടി. ആദ്യം വീട്ടിന്റെ ഭാഗം അടിച്ച് തീർത്താൽ മതി. പക്ഷെ ഇതിനെത്തൂലടി, ഇതിനെത്ര വെള്ളം ഉണ്ടാവുക. എന്തായാലും കുറച്ച് കുറഞ്ഞടാ, പക്ഷെ പുക കൂടി. പുക വരുമല്ലോ. നിങ്ങൾ പോയിട്ട് പറയാൻ എന്ത് അവർക്കറിയില്ല. നീ ചോദിച്ചാൽ വെള്ളം ജാസ്തി ആവുന്നല്ലേ എങ്ങനെ പറയും. പിന്നെ ഇവർക്കറിയില്ല. കുറഞ്ഞില്ല. എത്ര കുറഞ്ഞു? മോളിക്കുള്ള ആന്തല് പറഞ്ഞില്ലേ? അങ്ങോട്ട് വിളിച്ച് ചോദിക്കും. ഏജന്റീന ഈ അപ്പുറത്തെ ബിൽഡിംഗുകാർ പോലെ നോക്കി നോക്കി ആടാ അവര് നല്ല കാര്യം. നിങ്ങളൊരു വലിയൊരു ടീം തന്നെ. വെള്ളം കഴിഞ്ഞ് ഇല്ല ഇത് മതിയാവില്ല. ഇത് ഇനി എത്ര സമയം ഓടിക്കേണ്ടി വരും? എന്നാലേ ആ തീയെല്ലാം കഴിയും. അടുത്ത വണ്ടി വരണം. പിന്നെ ഇവിടെ ഈ ടാങ്കറിൽ നമ്മുടെ റൂമിലേക്ക് കൊണ്ടില്ലേ, ആ വെള്ളം കൊണ്ടുകൂടെ അല്ലേ? ആമാരൊക്കെ ചേർന്നാലും ഇത് പോവും. എന്തായാലും തണിഞ്ഞ്. പക്ഷെ ഇനി നല്ലോണം വെള്ളം അരിച്ചാലേ അത് നിൽക്കുമോ? ഇപ്പൊ ഒഴിക്കണം, അല്ലെങ്കിൽ വീണ്ടും കത്തി കയറും. എനിക്ക് തോന്നണ ആ ബിൽഡിങ്ങിന്റെ സൈഡ് കത്തുന്നുണ്ട്. ആ വണ്ടി നിന്ന് കത്തിയതാണ് പ്രശ്നമായ. വെള്ളം വേണ്ട. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ അടിക്കണം, അടിച്ച് കയറ്റണം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു മഴ പെയ്യണം, അത് നടക്കൂ. രണ്ട് പൈപ്പ് അടിക്കുന്നുണ്ട്. മൂന്ന് സ്പ്രേ അടിയിൽ വേറൊരാൾ അടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച അടിയത്തെ ഇതേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യം. ഇങ്ങനെ അടിച്ചു തരാൻ സംഭവം നിന്നേ കുറച്ച്. കാരണം മേലെ അടിക്കണ്ടാ, ഡയറക്റ്റ് മോളുന്നാ ഇത്. പക്ഷെ ഒരു അരമണിക്കൂർ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഒറ്റ വണ്ടി കൊണ്ട് തീർത്തല്ലേ? വെള്ളം കഴിഞ്ഞു.